നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതായത് അർജൻറ്റീന സ്പെയിൻ ലോകകപ്പ് ഫൈനൽ വീണ്ടും നടത്തണമെന്ന് പറഞ്ഞ് അർജൻറ്റീനയിൽ വലിയൊരു മാസ് പെറ്റീഷൻ ഭീമ ഹർജി തേടുന്നു. അതിൽ ഏതാണ്ട് 80,000 പേർ ഇന്നലെ തന്നെ ഒപ്പിട്ടതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അതൊക്കെ ഒരു വലിയ തമാശയായിട്ട് തോന്നിയിരുന്നു. ഇന്ന് മറ്റൊരു സംഗതിയാണ്. അതായത് അർജൻറ്റീനയെ ഇനി ഒരിക്കലും ലോകകപ്പിൽ കളിപ്പിക്കരുത്, അർജൻറ്റീനയെ ലോകകപ്പിൽ നിന്ന് വിലക്കണം, അർജൻറ്റീനയെ പുറത്താക്കണം ലോകകപ്പിൽ നിന്ന് ആവശ്യപ്പെട്ട് ഒരു വലിയ പെറ്റീഷൻ, മാസ് പെറ്റീഷൻ നടക്കുന്നു. അതിൽ 2.3 കോടി ആളുകൾ ഒപ്പിട്ടിരിക്കുന്നു ഇതുവരെ എന്നാണ് അറിയുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പെറ്റീഷന്. അതിൽ 2.3 കോടി ആളുകൾ ഇതുവരെ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അർജൻറ്റീനയെ പുറത്താക്കണം. റഫറിങ്, അർജൻറ്റീനയുടെ കളികളിലെല്ലാം റഫറിങ് മഹാമോശമായിരുന്നു. റഫറിങ് ഒത്തുകളികൾ ഉണ്ടായിട്ടുണ്ട് അർജൻറ്റീനയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാസ് പെറ്റീഷൻ ഒരുക്കിയിരിക്കുന്നത്. അതിൽ 2.3 കോടി ആളുകളാണ് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഫൈനൽ വീണ്ടും നടത്തണമെന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോൾ അർജൻറ്റീനയെ പുറത്താക്കണമെന്ന് പറഞ്ഞൊരു വലിയ മാസ് പെറ്റീഷൻ, അതിൽ 2.3 കോടി ആളുകൾ ഇതുവരെ ഒപ്പിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം തമാശകളൊക്കെ ലോകകപ്പിന് ശേഷം വലിയ വിവാദങ്ങളും വൻ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ഫിഫയാണ്. അല്ലാതെ ഈ ഇത്തരം മാസ് പെറ്റീഷനൊക്കെ ഒരു വൈകാരികമായ ഒരു പ്രതികരണങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതൊന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. എന്തായാലും പക്ഷേ അങ്ങനെയൊക്കെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ അർജൻറ്റീന സ്പെയിൻ ഫൈനൽ ആദ്യം നടത്തണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അർജൻറ്റീനയെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടും ഒരു പെറ്റീഷൻ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഫിഫ അല്ലാതെ മറ്റൊരു ബോഡിയും ഇതിന് തീരുമാനം എടുക്കില്ല. ഫിഫ അങ്ങനെയൊന്നും തീരുമാനങ്ങൾ എടുക്കും എന്ന് നമ്മൾക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ വളരെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. എന്തായാലും അത് ഒരു വശത്ത് നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് പെറ്റീഷൻ, ഭീമ ഹർജി നടക്കുന്നു, അതിൽ ആളുകൾ ഒപ്പിടുന്നു ഒരു വശത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനോടുള്ള ഫിഫയുടെ പ്രതികരണം എന്താവും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം.